ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ പാൻ ഇന്ത്യൻ തെലുഗു സിനിമയാണല്ലോ കണ്ണപ്പ. വൻ താരനിര ഭാഗമായ വിഷ്ണു മഞ്ജു എന്ന തെലുഗു നടൻ നായകനെത്തിയ ഈ സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും ഇന്നത്തെ ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് റിപ്പോർട്ടും ഒപ്പം തന്നെ സിനിമയുടെ ഒരു കേരളത്തിലെ നേട്ട റിപ്പോർട്ടെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 38 കോടിക്കടുത്താണ്. ഇന്നലെ വരെയുള്ള സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് 32 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇന്നത്തോടെ മാത്രമേ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 6 ദിവസങ്ങൾ കൊണ്ട് 40 കോടി കളക്ഷൻ കടക്കുകയുള്ളൂ. തിയേറ്ററുകളിൽ വൻ പരാജയമായെങ്കിൽ പോലും സിനിമയുടെ നോൺ തിയേറ്റർ ബിസിനസ്സിലൂടെ സിനിമ കരകയറാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ഹിന്ദി ടെലിവിഷൻ സംരക്ഷണാവകാശ റൈറ്റ്സ് മാത്രം 20 കോടിയോളം രൂപയ്ക്ക് വിറ്റഴിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ നിന്ന് ഗ്രോസ് കളക്ഷനായിട്ട് ഇനി 50 കോടിയോളം കളക്ഷൻ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. മറ്റ് ബിസിനസ്സിലൂടെ ഒരുപക്ഷെ 100 കോടിയിലധികം സിനിമയ്ക്ക് ബിസിനസ് നടക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. OTT സാറ്റലൈറ്റ് ഉൾപ്പെടെയുള്ള ഡീലെല്ലാം തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. നമ്മുടെ ലാലേട്ടൻ ഗസ്റ്റ് റോളിലെത്തിയ സിനിമ കൂടിയാണല്ലോ കണ്ണപ്പ. അതുപോലെ തന്നെ 2 വർഷം മുന്നേ ഇതേപോലെ ഒരു തെലുഗു പാൻ ഇന്ത്യൻ സിനിമയിൽ ഏജന്റ് എന്ന സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടി ഗസ്റ്റ് കാമിയ റോളിലല്ല മറിച്ച് ഒരു മുഴുനീള വേഷത്തിൽ എത്തിയിരുന്നല്ലോ. ആ സിനിമ തിയേറ്ററുകളിൽ അന്ന് കനത്ത ദുരന്തമായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ കേരള ഫൈനൽ കളക്ഷനെ ഏജന്റിന്റെ ഫൈനൽ കളക്ഷനെ കണ്ണപ്പ മറികടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഏജന്റിന്റെ ഫൈനൽ കേരള ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ 45 ലക്ഷവും ഫൈനൽ കേരള ഗ്രോസ് 50-55 ലക്ഷം റേഞ്ചിൽ മാത്രമാണ്. ആ 55 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ണപ്പ മറികടന്നതാണ്. ഇപ്പോഴത്തെ കണ്ണപ്പ എന്ന സിനിമയുടെ ആകെ കേരള ട്രാക്കിംഗ് ഗ്രോസ് 66 ലക്ഷവും പിന്നിട്ടിരിക്കുകയാണ്. 1 കോടിയിലേക്ക് സിനിമയുടെ ആകെ കേരള ഗ്രോസ് അടുക്കുകയാണ്. ഏജന്റിന് പിന്നാലെ മറ്റൊരു തെലുഗു സിനിമ കൂടി മമ്മൂട്ടിയുടേതായിട്ട് തിയേറ്ററുകളിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയിരുന്നു. ആ സിനിമയിൽ മമ്മൂട്ടി ഗസ്റ്റ് കാമിയ റോളിലാണ് എത്തിയത്. യാത്ര 2 എന്ന സിനിമയാണത്. സിനിമ കേരളത്തിൽ ആരും വിതരണത്തിനെടുത്തില്ല. മമ്മൂട്ടി കമ്പനി പോലും വിതരണത്തിനെടുക്കാത്തൊരു കാഴ്ചയാണ് നാം കണ്ടത്. അതുകൊണ്ട് തന്നെ യാത്ര 2 എന്ന സിനിമയ്ക്ക് കേരളത്തിൽ റിലീസ് അല്ലായിരുന്നു. അപ്പോൾ കണ്ണപ്പ സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.